ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ദൈവികമായ പല അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് നമ്മൾ പല എപ്പിസോഡുകളിലും വിശദമായൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ബ്ലാക്ക് മാസ്, കറുത്ത കുർബാന അഥവാ സാത്താൻ ആരാധന എന്ന് പറഞ്ഞൊരു സമ്പ്രദായം വ്യാപകമാവുന്നതായും അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്രൈമുകൾ നടക്കുന്നതായും പോലീസ് റിപ്പോർട്ടുകളും മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ രഹസ്യങ്ങളിലേക്കൊന്നും നമുക്ക് കടക്കുന്നില്ല, കാരണം അതിനെക്കുറിച്ച് നമുക്ക് മാധ്യമങ്ങളിലൊക്കെ വായിച്ചുള്ള അറിവല്ലേ ഉള്ളൂ. അത് അവരുടെ സമ്പ്രദായമൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പൈശാചിക ശക്തികളെ, ഈ നെഗറ്റീവ് എനർജിയെ ആരാധിക്കുന്ന, സാത്താനെയൊക്കെ ആരാധിക്കുന്ന, അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അത് ശരിയായൊരു രീതിയാണോ? മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. മനുഷ്യൻ തന്നെ സ്വാഭാവികമായിട്ട് ഏതൊക്കെ തരത്തിലൊക്കെയാണ് ജീവിക്കുന്നത് ആലോചിച്ചു. നമ്മളിപ്പോൾ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് നല്ല ജോലി വേണം, ആ നല്ല ജോലി കിട്ട് എനിക്ക് ശമ്പളം കിട്ടിയാൽ എനിക്ക് എൻ്റെ ഭാര്യയെയും കുട്ടികളെയും നോക്കണം, എനിക്ക് എൻ്റെ അച്ഛനമ്മയും നോക്കണം, എൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ളവർക്ക് എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എനിക്ക് പരിചയമുള്ള ആർക്കെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കിടന്നാൽ അവർക്ക് തീരെ വയ്യാണ്ടായി അവരൊന്ന് സഹായിക്കണം. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഓരോ ഇങ്ങനെയുള്ള സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് വളരെ കൂടുതലായി അറിയാം. എന്നാൽ തൊട്ടപ്പുറം ഒരു വലിയ സമൂഹത്തെ പറ്റി നമ്മൾ ധാരാളം കാണുന്നു, കേൾക്കുന്നുണ്ട്. ക്രിമിനൽ സ്വഭാവത്തിൽ, കാരണം കൊട്ടേഷൻ എടുത്ത് 10 ലക്ഷം റുപ്യ കിട്ടിയാൽ ഒരാളെ കൊല്ലാം, അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യയ്ക്ക് ഒരാളുടെ കാല് വെട്ടാം, അങ്ങനെ വിചാരിച്ച് പണത്തിന് വേണ്ടി ആളുകളെ കൊല്ലാനും അല്ലെങ്കിൽ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു വിഭാഗമുണ്ട്. ഈ രണ്ട് വിഭാഗത്തെ നമ്മൾ കണക്കാക്കി നോക്കൂ. ഒരു വിഭാഗം തോക്കും ഇതൊക്കെ വെച്ചിട്ട് ഒരു ഭാഗം ലോകത്തെ നശിപ്പിച്ചാൽ പോലും അവന് എന്തുമാത്രം നേടാൻ കഴിയും. അവർ തന്നെ മയക്കുമരുന്നോ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് മുഴുവൻ ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന നേട്ടത്തിന് വേണ്ടി കുറേ ലോകത്തുള്ള എല്ലാവരും നശിച്ചാലും എനിക്ക് നേടണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇപ്പറേ ഒരു വിഭാഗം നമ്മളെപ്പോലെ സാധാരണക്കാരായി, ഈ ലോകത്ത് ആരും വലിയ കള്ളന്മാരൊന്നുമല്ല, നമുക്ക് അങ്ങനെയുള്ളവരൊന്നും അറിയില്ല, പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് നല്ല രീതിയിൽ വിചാരിച്ചു പോകുന്നത്. ഈ രണ്ട് വിഭാഗം നോക്കിയാൽ ഒന്ന് ഈശ്വരനും ഒന്ന് പിശാചുമാണ്. നല്ല രീതിയിൽ ചിന്തിച്ച് നമ്മൾ പോകുന്ന, മറ്റുള്ളവരുടെ, നമ്മുടെ കുടുംബത്തെ, നാടിനെയൊക്കെ കണ്ടുപോകുന്ന നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ സ്വഭാവമുള്ളവരാണ്. തൊട്ടപ്പുറം കൊട്ടേഷന് ഇത്ര ലക്ഷം രൂപയ്ക്ക് ആരുടെ തലയും കാലും വെട്ടാം എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പിശാചാണ്. ഈ രണ്ടുപേരും ചെയ്യുന്ന ജോലി അവരവും പ്രൊമോട്ട് ചെയ്യും. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് കൂടുതൽ ഭംഗിയായി ചെയ്യാൻ, കൂടുതൽ ആളുകളിലേക്ക് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ശ്രമിക്കും. അതോടൊപ്പം തന്നെ പൈശാചികമായിട്ട് ആളുകളെ കൊല്ലാൻ വേണ്ടി ആദ്യം സ്വന്തമായിട്ട് 2 പേരെ തട്ടിക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ട് ഒരു സംഘം ഉണ്ടാക്കി, ഒരു വലിയ ടീമുണ്ടാക്കി, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബ്രാഞ്ച് പല സംസ്ഥാനങ്ങളിലും പല പ്രധാനപ്പെട്ട സിറ്റികളിലും തുടങ്ങി അവിടെയെല്ലാം കൊല്ലാൻ കൊട്ടേഷൻ എടുത്ത് നടത്തുന്ന ആളുകളും ഉണ്ടായിരിക്കാം. മയക്കുമരുന്ന് കച്ചവടത്തിനും അത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ പുതിയ വേർഷൻസാണ് ഭക്തിയിലേക്ക് വന്നിട്ടുള്ളത്. നെഗറ്റീവായിട്ടുള്ള ആളുകളും പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ട്. ഈശ്വരനെ ഭജിക്കുന്നത്, ക്ഷേത്രങ്ങളിൽ പോയി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭജനം നടത്തുന്നത് ദൈവികമായിട്ട് ചിന്തിക്കുമ്പോൾ തൊട്ടപ്പുറയുള്ള വിഭാഗം അവർ കാണുന്ന കസ്റ്റമേഴ്സ്, അവർ ഈ പറഞ്ഞ പോലെ ഈശ്വരൻ്റെ രീതിയിൽ നമ്മൾ സാധാരണക്കാരാണെങ്കിൽ, നമ്മളൊരു കസ്റ്റമറാണ് എങ്കിൽ നമ്മളെ ഇവരൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു? നമ്മൾ വളരെ സാധാരണ രീതിയിൽ കുറേ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നു, ബാക്കിയൊക്കെ കഴിക്കുന്നു, നമ്മുടെ കാര്യം കഴിഞ്ഞുവെങ്കിൽ അവരെ അങ്ങനെയല്ല. അവരെ മാത്രം ഫോക്കസ് ചെയ്ത് വയ്ക്കുന്ന കുറേ പൈശാചിക ശക്തിയുടെ ബ്ലാക്ക് മാസ് എന്നോ ബാക്കി ഏത് തരത്തിലാണ് പറഞ്ഞത്, അവരുടെ കൺകെട്ടാൻ പാകത്തിന്, അവരുടെ ചിന്ത മുറിക്കാൻ പാകത്തിന് കുറേ തരത്തിലുള്ള പടാകൃതികൾ കാണിച്ച് ഇവരുടെ നെഗറ്റിവിറ്റിയെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യിച്ച്, ഇപ്പോഴവർക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ വഷളാക്കി തനിക്കാക്കുക എന്നുള്ള ആ ഒരു നേട്ടത്തിൽ കൂടെ പണമുണ്ടാക്കുന്നൊരു വലിയ വിഭാഗമുണ്ട്. പക്ഷേ ഇതിനകത്ത് വന്ന് പെട്ടുപോകുന്ന മാനസിക രോഗികൾ എന്ന് പറയാവുന്ന വ്യക്തികളുടെ അവസ്ഥയാണ് ഏറ്റവും കഷ്ടം. എത്ര പേര് സ്വയം മരിക്കുന്നു? ഏത് വലിയ നേട്ടത്തിന് വേണ്ടി ഞാൻ ശൈത്താന് എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണെന്ന് ചിന്തിക്കാനുള്ള ബോധം നല്ല വിദ്യാഭ്യാസമുള്ള പലർക്കും ഇല്ല എന്ന് പറയുമ്പോൾ എത്ര ഭീകരാവസ്ഥയാണ്. ഈശ്വരൻ മനുഷ്യന് തന്നിട്ടുള്ള വിവേകബുദ്ധി, കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനത്തിന് 1% പോലും ഉപയോഗിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് അതുകൊണ്ട് എന്തോ അതിഭീകരമായിട്ടുള്ള അത്ഭുതം ഉണ്ടാവും. ചുവന്ന പട്ടുടുത്ത് മറ്റുള്ളവർ അവനവൻ്റെ തന്നെ തല വെട്ടി ഹോമിച്ചാൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ധരിക്കാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ കഴിയുക? ബ്ലാക്ക് മാജിക്ക് എന്ന് പറയുന്നത് കുറേ ഗോഷ്ഠി കാണിച്ചെന്നോർത്ത് സൈത്താൻ വന്ന് നമ്മളെ സഹായിക്കുമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയ്ക്ക് അപ്പുറേക്ക് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുക, നല്ലത് ചെയ്യുന്ന ആളുകളുടെ കൂടെ ജീവിക്കുക,
അപ്പുറം കുറേ ആളുകൾക്ക് നിങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടാവും, അപ്പുറം കുറേ ആളുകൾ നശിച്ചാലേ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവുമെന്ന് പഠിപ്പിക്കുന്ന ആളുകളുടെ കൂടെ പോകാതിരിക്കുന്ന ആൾക്കാർക്ക് കൊള്ളാം. പക്ഷേ മാനസിക രോഗമായാൽ ഏത് തരത്തിൽ ചികിത്സിക്കാൻ പറ്റുമെന്ന് സമൂഹം തന്നെ ചിന്തിച്ചേ മതിയാവും. അല്ലേ, ഇവരുടെ ഒരു ശത്രു എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള ചടങ്ങുകളാണ് ഇവർ പൊതുവേ ചെയ്യുന്നത്. ഈ ഇതിൻ്റെ ഫോളോവേഴ്സായിട്ട് വരുന്നതിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, സമ്പന്നർ, വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു രീതിയിലാണ് മാറ്റം. അവർ പല മേഖലകളിലും സ്വാധീനമുള്ള വ്യക്തികൾ ഈ ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്നു, ചെകുത്താനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിന് സാമൂഹികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നല്ല ചിന്തയുള്ള ആളുകളെ ആണ് യഥാർത്ഥത്തിൽ മോശം ചിന്തയുള്ളവർ സ്വാധീനിക്കാൻ ശ്രമിക്കുക. കാരണം മോശം ചിന്തയുള്ളവർക്ക് നല്ല ചിന്തയുള്ളവരുടെ പണമാണ് വേണ്ടത്, അവരെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പം മോശം ചിന്തയുള്ളവർ വിചാരിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ ആൾക്കാർ വേണമെങ്കിൽ നല്ല ചിന്തയുള്ളവരിൽ നിന്നല്ലേ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ല ചിന്തയുള്ളവരെ സ്വാധീനിക്കുക, അവരുടെ ചിന്താമണ്ഡലത്തെ മാറ്റുക. അവർക്ക് മയക്കുമരുന്നോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുന്ന തരത്തിലുള്ള കഥകളോ പറഞ്ഞ് അവരെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയ ടീം ഉണ്ടായി മാറും. ആ ടീമിനെ കൊണ്ട് ഇവർക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈശ്വരനോ പിശാചോ അല്ല പ്രശ്നം, രണ്ട് ഗ്രൂപ്പുകളാണ് ഇവിടുത്തെ പ്രശ്നം. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സമീപിക്കുന്ന ഒരു ഗ്രൂപ്പും നെഗറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ഗ്രൂപ്പും. നെഗറ്റീവായിട്ട് സമീപിക്കുന്ന ഗ്രൂപ്പിന് അപ്പുറയുള്ള ആളുകളെ നമുക്കറിയാം. ചില രാജ്യങ്ങൾ തീവ്രവാദത്തിലേക്കൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രവർത്തനം ചെയ്യാൻ ആളുകളെ വേണം. അത് നല്ല ഏരിയയിൽ നിന്നേ എടുക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിലാണ് പലപ്പോഴും ഈ നെഗറ്റീവ് മാസുകൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ അംഗബലം കൂട്ടുക, അവരുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുക, അതിന് നല്ല ആളുകളെ കൂടുതൽ നശിപ്പിച്ച് അവരുടെ കൂടെ ചേർക്കുക. ഇതിൽ പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിക്കുക. ഈശ്വരൻ എന്നുള്ളതിന് ബദൽ അപ്പുറം ഒരു പിശാചൊന്നുമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ നല്ല ചിന്തയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി പെരുമാറിയാൽ ഒരു പിശാചിനും നമ്മളെ ബാധിക്കാൻ കഴിയില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.